إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن لكم في الأنعام لعبرة نسقيكم مما في بطونه من بين فرث ودم لبنا خالصا ساغغا للشاربين. സമാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമദയാലുവും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ ആജ്ഞകൾ, നിയമനിർദ്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി തീരണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുന്നു, ഉപദേശിക്കും. അള്ളാഹു നമ്മേവരെയും തൃപ്തിപ്പെട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ചരിത്രത്തിൽ രസകരമായി കഥ പറയുന്നൊരു മനുഷ്യനാണ് നസറുദ്ദീൻ ഹോജ. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ചിന്തോദ്ദീപകമായ പല കാര്യങ്ങളും നർമ്മം പുരട്ടിക്കൊണ്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം തൻ്റെ ഭവനത്തിന് പുറത്ത് കാര്യമായി എന്തോ പരതുന്നത് കാണുകയാണ്. അതുവഴി പോയ ചില മനുഷ്യർ. അവർ അദ്ദേഹത്തോട് ചോദിക്കുന്നു, അല്ല ഹോജ, എന്താണ് താങ്കൾ ഇത്ര കാര്യമായി പരതുന്നത്, തിരയുന്നത്? ആ മനുഷ്യൻ പറയുന്നു, എൻ്റെ അതിപ്രധാനപ്പെട്ട ഏറെ വിലപിടിപ്പുള്ള ഒരു താക്കോൽ ഇവിടെ കളഞ്ഞു പോയിട്ടുണ്ട്, നഷ്ടപ്പെട്ടു പോയി, അതാണ് ഞാൻ തിരയുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ സ്നേഹിതന്റെ ഏറെ മൂല്യമുള്ള വസ്തു കളഞ്ഞു പോയത് കണ്ട സ്നേഹിതർ ഇദ്ദേഹത്തോടൊപ്പം തിരയാൻ കൂടുകയാണ്. അല്പനേരം തിരച്ചിലിനൊടുവിൽ ആ തിരയുന്ന ആളുകൾ ഹോജയോട് ചോദിക്കുന്നു, അല്ല ഹോജ, താക്കോൽ എവിടെയാണ് കളഞ്ഞു പോയത്? ഹോജ മറുപടി പറയുന്നു, താക്കോല് പോയത് വീടിനകത്താണ്. ഏറെ കൗതുകമുള്ള ആ മനുഷ്യർ തിരികെ ചോദിക്കുന്നു, വീടിനകത്ത് കളഞ്ഞു പോയ താക്കോൽ എന്തിനാണ് വീടിന് പുറത്ത് വന്ന് തിരയുന്നത്? ഹോജ പറയുന്ന മറുപടി, വീടിനകത്ത് ഇരുട്ടാണ്, ഇവിടെയാണെങ്കിൽ നല്ല വെളിച്ചവുമുണ്ട്. ഒരു സമുദായം അനുഭവിക്കുന്ന ആത്മീയപരമായ ശോഷണത്തിന്റെ ഏറ്റവും ചെറിയ ഉദാഹരണമാണ് മനോഹരമായി ഹോജ പറഞ്ഞു വെച്ചിട്ടുള്ളത്. പരിശുദ്ധമായ റമളാൻ നമ്മിൽ നിന്നും വിട പറഞ്ഞു. ഒട്ടനവധി കാരുണ്യവും അനുഗ്രഹവും അവസരവും നൽകിക്കൊണ്ടാണ് പരിശുദ്ധ റമളാൻ നമ്മിലേക്ക് സമാഗതമായതും നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയതും. നമ്മുടെ മനസ്സിനകത്ത് വെളിച്ചം കടന്നെത്താത്ത എത്ര റൂമുകൾക്ക്, എത്ര അറകൾക്ക്
പ്രകാശം കടത്തിവിടുവാനും അതുമൂലം യഥാർത്ഥ വിശ്വാസികളായി തീരുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിയിലേക്ക് അയച്ച പരിശുദ്ധ ഖുർആനെ പരിചയപ്പെടുത്തിയ ഏറ്റവും മനോഹരമായ ഒരു വിശേഷണം നൂറ് എന്നുള്ള വിശേഷണമാണ്. സൂറ നൂറിലൂടെ അള്ളാഹു സ്വന്തത്തെ തന്നെ പരിചയപ്പെടുത്തിയതും ആ പദം കൊണ്ടാണ്. അള്ളാഹു നൂറു സമാവാതി വൽ അർദ്, അള്ളാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാണ്. പരിശുദ്ധ ഖുർആനിനെയും അള്ളാഹു പരിചയപ്പെടുത്തിയത് മുഴുവൻ അന്ധകാരങ്ങളിൽ നിന്നും വിശ്വാസികളെ മനുഷ്യരെ വിമോചിപ്പിക്കുവാൻ വേണ്ടി കടന്നു വന്നിട്ടുള്ള ആ വിമോചന ഗ്രന്ഥമായിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആനിനെ അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ പരിശുദ്ധ ഖുർആനിന്റെ അവതീർണം സംഭവിച്ച പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് സമാഗതമായിക്കൊണ്ടിട്ട് എത്ര കണ്ട് പരിശുദ്ധ ഖുർആനുമായി ആത്മബന്ധം സ്ഥാപിക്കുവാൻ, അതിന്റെ ആശയതലങ്ങൾ സ്വീകരിക്കുവാൻ, അതിനോട് സമരസപ്പെട്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് സാധിച്ചു. വലിയൊരു ചോദ്യമാണത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കൃത്യമായി പറയുകയാണ് എങ്കിൽ റമദാൻ പെരുന്നാൾ ആഘോഷിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു വീഡിയോ കാണാനിടയായി. മറിയമാണ് വീഡിയോയുടെ കേന്ദ്ര കഥാപാത്രം. വടക്കൻ ഗസയിലെ 7 വയസ്സുകാരിയാണ് മറിയം. മറിയത്തോട് ചോദിക്കുന്നു, ആരാണ് നിന്റെ വീട്ടിലുള്ളത്? മറിയം പറയുന്നു, എന്റെ ഉപ്പ മരണപ്പെട്ടു പോയി. എനിക്ക് വിലപിടിപ്പുള്ള എന്റെ അവശ്യ കാര്യങ്ങൾ വാങ്ങിത്തരേണ്ട എന്റെ പിതാവ് എന്നിൽ നിന്നും മരണപ്പെട്ടു പോയി. എന്റെ ഉമ്മയും എന്നിൽ നിന്നും മരണപ്പെട്ടു പോയി, കൊല ചെയ്യപ്പെട്ടു. മരണപ്പെടുകയല്ല, കൊല ചെയ്യപ്പെട്ടു. രുചികരമായ ഭക്ഷണം ഒരുക്കി തന്നുകൊണ്ട് പെരുന്നാളിലും മറ്റ് അവസരങ്ങളിലും എന്നെ ഏറെ സന്തോഷിപ്പിച്ചിരുന്ന എന്റെ മാതാവിനെയും അവർ കൊന്നുകളഞ്ഞു. എന്റെ കൂടെ കളിക്കേണ്ട എന്റെ 2 സഹോദരന്മാരെയും അവർ കൊന്നുകളഞ്ഞു. 7 വയസ്സുകാരിയോട് ആ വീഡിയോ പകർത്തുന്ന ആള് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് മറിയം, നിന്റെ വിഷമതകൾ ഏറെ അധികരിച്ചു വരുമ്പോൾ നീ എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കുന്നത്? ആ ബാലികയുടെ മറുപടി, ഞാൻ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമെന്നുള്ളതാണ്. മനുഷ്യന്റെ മനസ്സിനനുഭവിക്കുന്ന വേദനകൾക്ക് പരിഹാരമായി പരിശുദ്ധ ഖുർആനിനെ മനുഷ്യർ ഏറ്റെടുക്കുന്നു. നാം ഇക്കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഗസ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അത്രയും കൊടിയ പീഡനങ്ങൾക്കും യാതനകൾക്കും നടുവിൽ നിന്നുകൊണ്ട് അവർ കാണിക്കുന്ന ആത്മസമർപ്പണവും അള്ളാഹുവോട് കാണിക്കുന്ന അതിരറ്റ ആദരവും ബഹുമാനവും നമ്മെ ഏറെ ആശ്ചര്യപ്പെടുത്തേണ്ടതുണ്ട്. ഒരു വേള നമ്മെ ഏറെ പ്രയാസപ്പെടുത്തേണ്ടതുണ്ട്. ഗൗരവകരമായിട്ടുള്ള ചിന്തകൾക്ക് നമ്മെ ഏറെ സ്വാധീനിക്കേണ്ടതുണ്ട്. അങ്ങനെ മനുഷ്യരാശിയിലേക്ക് അവതരിച്ച പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആനിനെ ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കേണ്ടവനാണ് വിശ്വാസി. അനേകം ജന്തുജാലങ്ങളുടെയും സൃഷ്ടി വൈവിധ്യങ്ങളുടെയും കൂടെയുള്ള ഒരു ജീവിതമാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമി, ജലത്തിന്റെ ആവിർഭാവം മുതൽ ഈ ഭൂമിയിൽ സൃഷ്ടിപ്പുണ്ട്. ജലം അങ്ങനെയാണ്. ജലമുള്ളിടത്ത് ജീവിതം സാധ്യമാകുമെന്ന് ആധുനിക ജീവശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അന്യഗ്രഹങ്ങളിലേക്ക് പര്യവേഷണത്തിന് കടന്നു ചെല്ലുമ്പോൾ ആദ്യം പരിശോധിക്കുന്നത് ഇവിടെ ജലമുണ്ടോ എന്നുള്ളതാണ്. ജലമുണ്ട് എങ്കിൽ അവിടെ ജീവനുണ്ട് എന്ന് സാരം. അങ്ങനെ ജലത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുഴുവൻ സൃഷ്ടി അനുഗ്രഹങ്ങളെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നാം ജീവിക്കുന്ന ഈ ഭൂമിയിൽ നാം മാത്രമല്ല സൃഷ്ടികളായിട്ടുള്ളത്. നമുക്ക് പുറമെ അനേകം ജന്തു ജീവജാലങ്ങളെ അള്ളാഹു ഈ ഭൂമിയിൽ നമ്മോടൊപ്പം താമസിപ്പിച്ചിരിക്കുന്നു, ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇതര ജന്തു ജീവജാലങ്ങൾക്കൊന്നും നൽകപ്പെടാത്ത വിശേഷ ബുദ്ധി അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നു. എന്തിനു വേണ്ടി? അവിടെയാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ആ വിവേകം, ആ ബുദ്ധി മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും ശക്തമായ നിലനിൽപ്പിന്റെ ആധാരമാണ് എന്ന് മനുഷ്യർ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതര ജീവജാലങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഒട്ടനവധി ഉത്തരവാദിത്തങ്ങൾ മനുഷ്യനിൽ അർപ്പിതമാണ്. പലപ്പോഴും ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടാനാണ് പലപ്പോഴും മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്നതും
ജീവിതത്തിലേക്ക് നൽകപ്പെടുന്ന ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞു പോകുവാൻ പലപ്പോഴും മനുഷ്യൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഘടനയോടുകൂടി, കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി മനുഷ്യ ജീവിതത്തെ അടുക്കും ചുട്ടയുമുള്ളതാക്കുന്നതിനു വേണ്ടി ദൈവിക വചനങ്ങളും പ്രവാചകന്മാരെയും അള്ളാഹു ഭൂമിയിലേക്ക് നിയോഗിച്ചു. പരിശുദ്ധ ഖുർആൻ ആ ഭാഗം പറയുന്നത് വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂല, എല്ലാ ഉമ്മത്തിലേക്കും, മനുഷ്യരുടെ ജീവിതം കെട്ടിപ്പടുത്ത് സമൂഹമായി ജീവിക്കുന്ന എല്ലാ ഇടങ്ങളിലേക്കും അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതര ജന്തുജീവജാലങ്ങൾക്കില്ലാത്ത സാമൂഹിക പരിസരം നാം പരിശുദ്ധ ഖുർആൻ കൊണ്ട് അണിയിച്ചൊരുക്കേണ്ടതുണ്ട്. ചിക്കിച്ചികഞ്ഞ് നടക്കുന്ന ഒരു പൂവൻകോഴി തന്റെ ആഗ്രഹം ശമിപ്പിക്കുവാൻ വേണ്ടി ചുറ്റും പരതുമ്പോൾ കാണുന്നത് അമ്മ പിടക്കോഴിയെയാണ് എങ്കിലും അത് ആ പിടക്കോഴിയിൽ അതിന്റെ ശമനം തീർക്കുന്നത്, അതിന്റെ ആഗ്രഹം നിറവേറ്റുന്നത് ധാർമ്മിക സദാചാര ബോധങ്ങൾ അതിനില്ലാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ അയവെട്ടി നടക്കുന്ന നാൽക്കാലികൾ എപ്പോഴാണോ വിശപ്പ് തോന്നുന്നത് ഉടനെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ഇല ഭക്ഷിക്കുന്നത് എന്റെ യജമാനന്റെ പറമ്പിലുള്ള ചെടിയാണോ എന്ന് പരിശോധിച്ചിട്ടല്ല, അത് അതിന്റെ സ്വാഭാവിക ഘടനയിൽ അള്ളാഹു നൽകിയിട്ടുള്ള പ്രകൃതമായി കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നു. അപ്പോ ഇതര ജന്തുജീവജാലങ്ങളെ പോലെ ആഗ്രഹം ശമിപ്പിക്കുന്നത് ഏത് വിധേനയും സാധ്യമാകുന്ന പ്രകൃതത്തിലല്ല മനുഷ്യരെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ മനുഷ്യൻ പരിശുദ്ധ ഖുർആൻ കൊണ്ട് ആർജിച്ചെടുക്കേണ്ടത്. അവിടെ അള്ളാഹു പഠിപ്പിക്കുന്നു, മുഴുവൻ അന്ധകാരങ്ങളെയും നിരാകരിച്ചുകൊണ്ട്, മുഴുവൻ തമസ്സിനെയും വെളിച്ചമാക്കിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ കടന്നു വരുന്നത്. പരിശുദ്ധ ഖുർആൻ ആ ഭാഗം പറയുന്നത് കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ, എല്ലാവിധ അന്ധകാരങ്ങളെയും കെടുത്തിക്കളഞ്ഞുകൊണ്ട് വെളിച്ചം വീശിയടിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിനെ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോ ഈ ഗ്രന്ഥം കൊണ്ട് ഇരുട്ടിനെ നീക്കാൻ നമുക്ക് സാധിക്കണം. ശ്രീകണ്ഠേശ്വരം എന്ന് പറയുന്ന മലയാള ഭാഷ ഏറ്റവും അധികം പ്രസിദ്ധനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ശബ്ദധാരാവലിയിൽ ഇരുട്ട് എന്ന പദത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള മനോഹരമായ ഒരു വിവക്ഷയുണ്ട്. അദ്ദേഹം പറയുന്നു, വെളിച്ചമില്ലാത്ത അവസ്ഥയാണ് ഇരുട്ട് എന്നുള്ളത്. വെളിച്ചം കടന്നു വരാത്ത, വെളിച്ചം സംഭവിക്കാത്ത ഒരു ഇടത്തെയാണ്, ഒരു പ്രദേശത്തെയാണ്, ഒരു കാലഘട്ടത്തെയാണ് ഇരുട്ട് എന്ന് പറയുന്നത്. അപ്പൊ വെളിച്ചം കടന്നു വരുന്നതോടുകൂടി ആ ഇരുട്ട് അവിടെ നിന്നും ഇല്ലാതാവുകയും അവിടെ വെളിച്ചം പ്രാപിക്കുകയും ചെയ്യുമെന്നുള്ളത് സ്വാഭാവിക പ്രകൃതത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് അടഞ്ഞുകിടക്കുന്ന അറകളിലേക്ക്, ഇടങ്ങളിലേക്ക് വെളിച്ചമായി കടന്നു വരേണ്ടതാണ് പരിശുദ്ധ ഖുർആൻ. അതിന് ഉൾക്കാഴ്ച എന്ന് പറയുന്ന സംഗതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം. ഇരു കണ്ണുകളും അള്ളാഹു നമുക്ക് നൽകി. ഭൗതിക ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് കാഴ്ച ഏറെ പ്രധാനമാണ്. കാഴ്ചയില്ലാത്ത ജീവിതം ഒരു വേള സങ്കല്പിക്കുവാൻ പോലും പലപ്പോഴും നമുക്ക് സാധ്യമാകാതെ പോകുന്നു. കാഴ്ചയില്ലാത്ത ആളുകൾ അനുഭവിക്കുന്ന വ്യതകളെപ്പറ്റി, അവർ അനുഭവിക്കുന്ന വേദനകളെപ്പറ്റി, ഇല്ലായ്മയെപ്പറ്റി ഒരു വേള നാം ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹു നൽകിയ ഇരു കണ്ണുകളും നമ്മുടെ ജീവിതത്തിന്റെ സുഗമമായ പ്രയാണത്തിന് വേണ്ടിയുള്ളതാണ്. നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, എപ്പോഴാണ് നമുക്ക് ഈ കാഴ്ച നൽകപ്പെട്ടത്? ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ജീവിക്കുന്ന കുഞ്ഞിനും അള്ളാഹു കണ്ണ് നൽകിയിട്ടുണ്ട്. എന്തിനാണ് ആ കണ്ണ്? ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഏതെങ്കിലും ഒരു വസ്തുവിനെ തേടിപ്പിടിക്കുവാൻ ഏതെങ്കിലും ഒരു കുഞ്ഞ് കണ്ണ് തുറന്ന് പരതിയതായി നമുക്ക് വായിക്കാൻ സാധിക്കും? ഒരിക്കലുമില്ല. അപ്പൊ ഗർഭാശയത്തിൽ വെച്ച് തന്നെ മനുഷ്യന് അള്ളാഹു കണ്ണ് നൽകിയത് ഗർഭാനന്തര ജീവിതത്തിൽ അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ്. അതായത് പ്രസവം എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ നീ കടന്നു ചെല്ലേണ്ടുന്ന ലോകത്തെ അതിജീവിക്കുവാൻ വേണ്ടിയുള്ള ഉപകാരത്തിനാണ് നിനക്ക് അള്ളാഹു കണ്ണ് നൽകിയത്. എന്നാൽ ഉൾക്കാഴ്ച എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്ന ആ വിജ്ഞാനം, ആ വിവരം നാം നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തേണ്ടത് ഭൗതിക ലോകത്ത് അത് ഏറെ സങ്കുചിതത്വം സൃഷ്ടിക്കുമെങ്കിലും അതിൽ നിന്നും വിശ്വാസികൾ ആർജിക്കേണ്ടത് ഗർഭപാത്രത്തിലേതെന്നതുപോലെ മരണത്തിലൂടെ സംഭവിക്കുന്ന ഒരു പുനർലോകത്തിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ്, തയ്യാറെടുപ്പാണ് ഉൾക്കാഴ്ച കൊണ്ട് മനുഷ്യരുടെ ജീവിതത്തിൽ സാധ്യമാകേണ്ടത്. അപ്പൊ നാം നമ്മുടെ ജീവിതത്തിൽ നടത്തുന്ന അത്തരത്തിലുള്ള വിധിവിലക്കുകളും ആത്മസംയമനവും ആത്മീയ പാഠവും നമ്മെ നയിക്കേണ്ടത് മരണാനന്തര ജീവിത വിജയത്തിന്, സ്വസ്ഥമായ നിലനിൽപ്പിന് വേണ്ടിയാണ്. അവിടെ 3 കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭൂമിയിലേക്ക് കടന്നു വന്നിട്ടുള്ള മനുഷ്യർ അവരുടെ ജീവിതം കൊണ്ട് സാധ്യമാകേണ്ടുന്ന, നേടിയെടുത്തു പോകേണ്ടുന്ന 3 ഘട്ടങ്ങൾ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്
അള്ളാഹുവെ തിരിച്ചറിയുക എന്നുള്ളത്. പലപ്പോഴും ഒഴുക്കിനൊപ്പം നീന്തിക്കൊണ്ട് എന്താണ് യഥാർത്ഥ ദൈവമെന്നും എന്താണ് ദൈവികതയെന്നും ആരാണ് അള്ളാഹു എന്ന് പോലും തിരിച്ചറിയാതെ പോകുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മിൽ തന്നെ സംജാതമായി കൊണ്ടിരിക്കുന്നു. അറിയുന്ന ആളുകൾ പോലും പല വേളകളിലും അത് വിസ്മരിച്ചു കൊണ്ടുപോകുന്നു. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നു, ഫഅലം നിങ്ങൾ തീർച്ചയായും അറിയുക തന്നെ വേണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധ്യനായ ഏകാരാധ്യനായ അല്ലാഹുവല്ലാതെ യാതൊരുവിധ ആരാധ്യനുമില്ല എന്ന് നിങ്ങൾ അറിയുക തന്നെ ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ യുക്തിക്ക് ഏറെ പ്രസക്തിയുണ്ട്. യുക്തിബോധത്തിലൂടെ അള്ളാഹുവിനെ വായിക്കുവാൻ നമുക്ക് സാധിക്കണം. യുക്തി എന്ന് പറയുന്നത് വിശാലമായ ഒരു പ്രതലമാണ്. കാണുന്ന ഒന്നിൽ നിന്നും കാണാത്ത ഒന്നിനെ അനുമാനിക്കുവാനുള്ള ശേഷിയെയാണ് യുക്തി എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ യുക്തിവാദികൾ എന്ന് പറയുന്ന ആളുകൾ പറയപ്പെടുന്നത് ദൈവത്തെ കണ്ണുകൊണ്ട് നേരെ കാണണം, നേരെ കാണുന്ന ഒരു വസ്തുവിനെ വിശ്വസിക്കുവാൻ യുക്തിയുടെ യാതൊരുവിധ പിൻബലവും ആവശ്യമില്ല. എന്നാൽ കാണുന്ന ഒന്നിൽ നിന്നും അതിന് പിന്നിൽ വർത്തിക്കുന്ന കാണാത്ത ശക്തിയെ തിരിച്ചറിയണമെങ്കിൽ അതിശക്തമായ യുക്തിബോധം പ്രവർത്തിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ഏറ്റവും ശക്തമായ സ്വാധീനം അവിടെയാണ് ഉണ്ടാകേണ്ടത്. ഈ റൂമിലേക്ക് ഒരു പുക വരികയാണ് എങ്കിൽ, ഒരു ഭാഗത്ത് നിന്നും പുക ഉയരുകയാണ് എങ്കിൽ നമ്മൾ തിരിച്ചറിയും ആ പുകക്ക് പിന്നിൽ ഒരു തീയുണ്ട്, എവിടെയോ തീ കത്തിയിട്ടുണ്ട്, അതിന്റെ ഫലമായി കൊണ്ട് പുക ഇങ്ങോട്ടേക്ക് വരുന്നു. മനോഹരമായി നിർമ്മിച്ച ഒരു മരത്തിന്റെ ടേബിൾ കാണുമ്പോൾ നാം തിരിച്ചറിയുന്നു ഈ ടേബിൾ നിർമ്മിക്കുന്നതിന് പിന്നിൽ ഒരു ആശാരിയുടെ ഏറ്റവും അശ്രാന്ത പരിശ്രമം ഇതിന് പിന്നിലുണ്ട്. നാം തിരിച്ചറിയുന്നു, സൃഷ്ടികർത്താവിനെ വായിച്ചെടുക്കുന്നു. ഇബ്നു കസീർ മനോഹരമായി അതിനെ വിശദീകരിച്ചു. സൃഷ്ടികൾ എന്ന് പറയുന്നത് സൃഷ്ടാവിന്റെ അടയാളങ്ങളാണ്, ദർപ്പണങ്ങളാണ്. അള്ളാഹുവെ കാണണമെങ്കിൽ, അള്ളാഹുവെ അറിയണമെങ്കിൽ സൃഷ്ടികൾ ഒന്നാമതായി പരിശ്രമിക്കേണ്ടത് സൃഷ്ടികളെ പറ്റിയുള്ള പഠനമാണ്. പലവരും നമ്മൾ കേട്ടിട്ടുണ്ട്, അള്ളാഹുവെ അറിയണമെങ്കിൽ സൃഷ്ടികളെ പറ്റി പഠിക്കണം. സൂറത്ത് ഖാഫിലൂടെ മനോഹരമായി മനുഷ്യരാശിയെ, അവരുടെ വിവേകത്തെ, അവരുടെ യുക്തിയെ തൊട്ടുണർത്തിക്കൊണ്ട് അള്ളാഹു പറയുന്ന മനോഹരമായ ഒരു ഭാഗമുണ്ട്. അഫലം യൻദുറൂ ഇലസ്സമാഇ ഫൗഖഹും കൈഫ ബനൈനാഹ. ആരോടാണ് പറയുന്നത്? ആകാശത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ, നോക്കിയിട്ടില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നത് ജനിച്ചു വീണപ്പോഴേ ആകാശത്തിലേക്ക് കണ്ണുമിടിച്ച് നോക്കി നിൽക്കുന്ന മനുഷ്യ സൃഷ്ടിയോട്, മനുഷ്യ കുഞ്ഞിനോട് അള്ളാഹു ചോദിക്കുന്നു, നിങ്ങൾ ആകാശത്തിലേക്കൊന്ന് നോക്കിയിട്ടില്ലേ? എങ്ങനെയാണ് യാതൊരുവിധ വിടവുമില്ലാതെ, യാതൊരുവിധ ന്യൂനതയുമില്ലാതെ ഈ ആകാശത്തെ എങ്ങനെയാണ് പടച്ച് സംവിധാനിച്ചത് എന്ന് നിങ്ങൾ നോക്കി മനസ്സിലാക്കുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആൻ സൂറ ഖാഫിലൂടെ അള്ളാഹു മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്. വസയ്യന്നാഹ, വെറുതെ അങ്ങ് പടച്ചു വിടുക മാത്രമല്ല, അങ്ങേയറ്റം മനോഹാരിത കൊണ്ട് ആ പ്രതലത്തെ അള്ളാഹു അലങ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. യാതൊരുവിധ തെറ്റുകൂടലും ഇല്ലാതെ, യാതൊരുവിധ ന്യൂനതകളുമില്ലാതെ, യാതൊരുവിധ വിടവുകളുമില്ലാതെ നിങ്ങൾക്കതിനെ കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച സൃഷ്ടാവിനെ എന്തുകൊണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എന്ന അതിശക്തമായ ചിന്ത പരിശുദ്ധ ഖുർആൻ പലവരും നമ്മോട് ചോദിക്കുന്നുണ്ട്. ഒട്ടകങ്ങളെ വിളിച്ച് സംബോധന ചെയ്യുന്നുണ്ട്, മലകളെയും കടലുകളെയും ഭൂമിയെ തന്നെയും കൃത്യമായി വിളിച്ചുകൊണ്ട് അങ്ങോട്ടൊന്നും നിങ്ങൾ നോക്കുന്നില്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ മനുഷ്യരാശിയോട് ശക്തമായ ഭാഷയിൽ അവരെ ഉത്ഭുതമാക്കുന്നത് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും നിസാരമെന്ന് നമ്മൾ കരുതുന്ന, ഏറ്റവും നിസാരരെന്ന് നമ്മൾ കരുതുന്ന നമ്മുടെ കൂടെ ജീവിക്കുന്ന ഇതര ജന്തു ജീവജാലങ്ങളെ അള്ളാഹു എടുത്തുദ്ധരിച്ചുകൊണ്ട് നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. അള്ളാഹു പറയുന്നു, വഇന്നലകും ഫിൽ അൻആമി ലഇബറ, നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന, നിങ്ങളുടെ സഹായം കൊണ്ട് ജീവിക്കുന്ന അള്ളാഹുവിന്റെ നാൽക്കാലികളെ പറ്റി അതിൽ നിങ്ങൾക്ക് വലിയ പാഠമുണ്ട്. നാൽക്കാലികളിൽ ഇരുകാലികൾക്ക് പാഠമുണ്ട്. വലിയൊരു ആശയത്തെ, വലിയൊരു വാതിലിനെ അള്ളാഹു അവിടെ തുറന്നിടുന്നു. എന്താണ് അതിനുള്ള പ്രത്യേകത? നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹി, അതിന്റെ ഉദരത്തിൽ വരുന്നതിനെ നിങ്ങൾ ആവശ്യാനുസരണം കുടിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെ നിന്നാണ് അത് വരുന്നത്? കൃത്യമായി അള്ളാഹു പഠിപ്പിക്കുന്നു. മലത്തിനും രക്തത്തിനും ഇടയിൽ നിന്നുകൊണ്ട് നാൽക്കാലികളിൽ നിന്നും പാലുൽപാദിപ്പിക്കുന്നവനായ നിങ്ങളുടെ റബ്ബ് നിങ്ങൾ വേണ്ടുവോളം കുടിക്കുന്നുണ്ടല്ലോ. പോഷക സമൃദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പല രൂപത്തിൽ അതിനെ ഭോജിക്കുന്നുണ്ടല്ലോ, കുടിക്കുന്നുണ്ടല്ലോ. എപ്പോഴെങ്കിലും ഈ കടന്നു വരുന്ന
ഈ പാലിനെ പറ്റി, അത് കടന്നു വന്ന വഴികളെപ്പറ്റി എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് പരിശുദ്ധ ഖുർആൻ ശക്തമായി നമ്മോട് ആവശ്യപ്പെടുക. നിങ്ങൾക്കതിൽ യാതൊരുവിധ രുചി വ്യത്യാസവും കാണാൻ സാധിക്കുന്നില്ല. മലത്തിന്റെയും രക്തത്തിന്റെയും സമീപത്ത് നിന്നും വന്നിട്ട് പോലും യാതൊരുവിധ രുചി വ്യത്യാസമോ മണവ്യത്യാസമോ നിങ്ങൾക്ക് അതിൽ അനുഭവിക്കുവാൻ കഴിയുന്നില്ല. അങ്ങേയറ്റം രുചികരമായ വിഭവങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആ പാലിനെ വേണ്ടുവോളം ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ലേ ഇത് എങ്ങനെ പുറത്തു വന്നു എന്നുള്ളത്? വലിയൊരു ആശയം അള്ളാഹു തുറന്നിടുന്നു. അള്ളാഹുവിന്റെ സൃഷ്ടികളിലേക്ക് കണ്ണോടിക്കാൻ നമുക്ക് സാധിക്കണം. ഭൂമിയിൽ സ്വസ്ഥമായ ജീവിതം സാധ്യമാകുന്നത് സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്നത് കൊണ്ടാണ്. വെറുതെ സൂര്യൻ ജ്വലിച്ചു നിൽക്കുക മാത്രമല്ല, കൃത്യമായ അകലത്തിൽ നിന്നുകൊണ്ടത് ജ്വലിക്കുന്നു എന്നുള്ളതാണ് ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം എന്നുള്ളത്. അതിന്റെ ദൂരത്തിൽ അല്പം കയറ്റിറക്കങ്ങൾ സാധിക്കുകയാണ് എങ്കിൽ ഭൂമിയുടെ നിലനിൽപ്പ് അവതാളത്തിലാകുമെന്ന് അതിനെപ്പറ്റി പഠിക്കുന്ന ആളുകൾ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള കണ്ണ്, ഒട്ടനവധി അനുഗ്രഹങ്ങളുടെ കേദാരമായ മനുഷ്യ ശരീരം, ആ വേള അള്ളാഹുവെ പറ്റിയുള്ള ചിന്തകൾക്ക്, അവനെ പറ്റിയുള്ള തിരിച്ചറിവുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതം കൊണ്ട് നാം സാക്ഷ്യപ്പെടുത്തേണ്ടതാണ് അള്ളാഹുവെ പറ്റിയുള്ള വിജ്ഞാനം, അള്ളാഹുവെ പറ്റിയുള്ള അറിവ്, അള്ളാഹുവെ പറ്റിയുള്ള സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചതിന്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം നിറവേറ്റപ്പെടുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ അള്ളാഹുവെ തിരിച്ചറിയുന്നു മനുഷ്യൻ, അള്ളാഹുവെ വായിക്കുന്നു, അള്ളാഹുവെ കേൾക്കുന്നു, അള്ളാഹുവെ അറിയുന്നു. അങ്ങനെ കൃത്യമായി അള്ളാഹുവെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ പിന്നീട് നിർവഹിക്കേണ്ടത് അള്ളാഹുവിലേക്ക് ഓടിയെടുക്കുക എന്നുള്ളതാണ്. വിജനമായൊരു പ്രദേശം, നാം മുമ്പെങ്ങും കടന്നു ചെല്ലാത്ത ഒരു ഇടം, അങ്ങനെ വഴിയറിയാതെ ദിക്കറിയാതെ വേണ്ടപ്പെട്ടവരാരും കൂടെയില്ലാതെ ആശയറ്റു പോകുന്ന നാം സങ്കല്പിക്കുക. പൊടുന്നനെ അവിടെ വെച്ച് നമുക്ക് വേണ്ടപ്പെട്ട ഒരു മനുഷ്യനെ കാണുന്നു, പിതാവിനെ തന്നെയായി, പിതാവിനെ കണ്ടുമുട്ടുന്നു. യാതൊരുവിധ ആലോചനയും ആ സമയത്തില്ല, പിതാവിനെ കണ്ടുമുട്ടുമെന്ന യാതൊരുവിധ ചിന്തയുമില്ല. തികച്ചും യാദൃശ്ചികമായി സ്വന്തം പിതാവിനെ കണ്ടുമുട്ടുന്നു. ഏതൊരു മനുഷ്യനും തന്റെ പിതാവിന്റെ സമീപത്തേക്ക് ഓടിയെടുക്കും, ആലിംഗനം ചെയ്യും, വിശേഷങ്ങൾ ചോദിക്കും, കാര്യങ്ങൾ തിരക്കും, ഒരുമിച്ച് സഞ്ചരിക്കും. വിജനമായ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആവോളം ആസ്വദിച്ച് ഒരു വേള മനുഷ്യൻ ആ സൃഷ്ടാവിനെ തിരിച്ചറിയുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും നൽകിയ, എന്നെയും എന്റെ ചുറ്റുപാടുകളെയും ഇவ்விധം സംവിധാനിച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവുണ്ട് എന്നും അത് അള്ളാഹുവാണ് എന്നും തിരിച്ചറിയുമ്പോൾ മനുഷ്യർ മതിമറന്ന് അള്ളാഹുവിലേക്ക് ഓടിയെടുക്കണം. നമ്മളതിനെ ഇബാദത്ത് എന്ന് വിളിക്കുന്നു. ഇബാദത്തുകളിലൂടെ അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്ക് അടുക്കുവാൻ ജീവിതത്തിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ ആ ഭാഗം വളരെ കൃത്യമായി പരിചയപ്പെടുത്തി. ഫസ്ജുദ് വഖ്തരിബ്, നിങ്ങൾ സുജൂദിൽ കിടന്നുകൊണ്ട് അള്ളാഹുവിന്റെ സമീപത്തേക്ക് നിങ്ങൾ അടുക്കുവാൻ തയ്യാറാകണം. അതായത് ഇബാദത്തുകൾ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം തേടുവാൻ നമുക്ക് സാധ്യമാകണം. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് നാം നോമ്പുകാരായിരുന്നു. ഉപവാസം എന്നാണ് നോമ്പിന് നമ്മൾ പറയപ്പെടാറുള്ളത് മലയാളത്തിൽ. ഉപവാസത്തിന്റെ വിവക്ഷ പറയപ്പെടുന്നത് കൂടെ വസിക്കുക എന്നുള്ളതാണ്. മുഴുവൻ ഭൗതികതയെയും ഒഴിവാക്കിക്കൊണ്ട് അടിസ്ഥാനപരമായ ജീവിത ആവശ്യങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ട് സൃഷ്ടാവിൽ സാമീപ്യം തേടുന്ന പ്രക്രിയയാണ് നോമ്പിനെ പറ്റി പരിചയപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാം നോക്കിക്കാണുന്ന രീതി. അങ്ങനെ ജീവിതത്തിലെ ഇബാദത്തുകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ സാമീപ്യം നേടുന്നവരായി ജീവിതത്തിൽ നാം മാറേണ്ടതുണ്ട്. ഇബാദത്തുകൾ വലിയൊരു തിരഞ്ഞെടുപ്പാണ്. ഇബാദത്തുകൾ വലിയൊരു തിരഞ്ഞെടുപ്പാണ്. ഇന്ന് ഈ സമയത്ത് ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നതിന് പകരം ഒട്ടനവധി മാർഗങ്ങൾ ഈ സമയത്തെ തള്ളി നീക്കുന്നതിന് ഈ പള്ളിക്ക് ചുറ്റും ഒരുപാട് മേഖലകളുണ്ട്. പലവിധ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും ഈ പള്ളിയിലേക്ക് ഈ ജുമഅക്ക് വേണ്ടി, ഈ ഇബാദത്തിന് വേണ്ടി കടന്നു വന്ന ആളുകളുണ്ട്. ക്യാമ്പസുകളിൽ നിന്നും മറ്റ് വിനോദ മേഖലകളിൽ നിന്നും ഇടങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി ഈ ഇബാദത്തിൽ ഭാഗവാക്കാകുവാൻ വേണ്ടി കടന്നു വന്ന ധാരാളം മനുഷ്യരുണ്ട്. ഇതൊരു തിരഞ്ഞെടുപ്പായിരുന്നു.
അള്ളാഹുവിന്റെ അചഞ്ചലമായ ഈ പരീക്ഷണത്തിന് നാം കൊടുത്തിട്ടുള്ള മനോഹരമായ ഉത്തരമാണ് നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ സുബഹി നമസ്കാരങ്ങൾ, നമ്മുടെ സക്കാത്തുകൾ, നമ്മുടെ നോമ്പ്, നമ്മുടെ ഹജ്ജ് മുതലായ മുഴുവൻ ഇബാദത്തുകളും നാം നടത്തിയിട്ടുള്ള മനോഹരമായ തിരഞ്ഞെടുപ്പാണ് എന്ന് നാം നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു വായിക്കേണ്ടതുണ്ട്. വെറുതെ അങ്ങോട്ട് ചെയ്തു പോവുകയല്ല, മറിച്ച് എന്റെ സൃഷ്ടാവിനു വേണ്ടി ആത്മാർത്ഥമായി ഞാൻ നടത്തുന്ന സാമീപ്യ പ്രവർത്തനമാണ് എന്റെ ഇബാദത്തുകൾ എന്ന് തിരിച്ചറിയുകയും ആ ഇബാദത്തുകൾ ജീവിതത്തിന്റെ അവസാനം വരെ തുടർന്നു കൊണ്ടുപോവുകയും ചെയ്യേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഫഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ഉറപ്പുള്ള മരണമുണ്ടല്ലോ, യാതൊരുവിധ ശക്തിക്കും തടഞ്ഞു നിർത്താൻ കഴിയാത്ത ആ മരണം നിന്നിലേക്ക് ഹാജരാകുന്നത് വരെ, യഖീനായ മരണം നിന്നിലേക്ക് കടന്നു വരുന്നത് വരെ ഫഅ്ബുദ് റബ്ബക്, നിന്റെ റബ്ബിനു വേണ്ടി നീ ഇബാദത്തുകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുക എന്ന് വിശ്വാസികളോട്, മനുഷ്യകുലത്തോട് അള്ളാഹു ഉണർത്തുന്ന അതിജാഗ്രതയുള്ള പരാമർശം പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇബാദത്തുകൾ അതൊരു തിരഞ്ഞെടുപ്പാകണം. നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹുവിലേക്കുള്ള സാമീപ്യമാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സമുദായത്തെ എത്ര ശക്തമായി കൊണ്ടാണ് പരിവർത്തിപ്പിച്ചിരുന്നത്. ഹുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹുവോട് ചോദിക്കുന്നുണ്ട്, കുരിശിൽ തറക്കുവാൻ പോകുന്ന രംഗമാണ്. ആ സന്ദർഭത്തിൽ ചോദിക്കുന്നു, നിന്നെ ഇവിടെ നിർത്താൻ കാരണം മുഹമ്മദാണ് ഹുബൈബ്, നിന്നെ ഇവിടെ നിർത്താൻ കാരണം മുഹമ്മദാണ്, മുഹമ്മദിന്റെ ആശയമാണ്, ആദർശമാണ്. ആ ആദർശമില്ലായിരുന്നുവെങ്കിൽ നീ ഇന്ന് ഈ കുരിശിൽ തറക്കപ്പെടുമായിരുന്നില്ല ഹുബൈബ്. ഞങ്ങളൊരു ഉപായം പറയട്ടെ, ഹുബൈബ് നീ നിൽക്കുന്ന സ്ഥാനത്ത് ഈ കുരിശിൽ മുഹമ്മദിനെ കൊണ്ടുവരികയും നീ നിന്റെ കുടുംബത്തോടൊപ്പം സുരക്ഷിതനായി സന്തോഷവാനായി വിടപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ എന്താണ് നിന്റെ അഭിപ്രായം ഹുബൈബ് എന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത അനുചരൻ പറയുന്ന മറുപടി, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ ഒരു മുള്ളു തറക്കുന്ന ഇടത്താണ് നിർത്തുന്നത് എങ്കിൽ പോലും അതിനെ ഞാൻ അങ്ങേയറ്റം വെറുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിലേക്ക്, ഷഹാദത്തിലേക്ക് നടന്നെടുത്ത ഹുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹുവിനെ പ്രവാചക ചരിത്രത്തിൽ ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഹുബൈബിന്റെ മരണം അറിയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ വഹ്യ് മൂലമാണ് എന്ന് ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അതൊരു തിരഞ്ഞെടുപ്പായിരുന്നു, അള്ളാഹുവിന് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പായിരുന്നു. അതിനവർ നൽകേണ്ടി വന്നത് അവരുടെ ജീവനായിരുന്നു, ജീവത്യാഗമായിരുന്നു. ആ മഹത്തായ തിരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ ഒട്ടനവധി സാധ്യതകൾ ഉണ്ടായിരിക്കെ അവിടെ അള്ളാഹുവെ തിരഞ്ഞെടുക്കുവാൻ, അള്ളാഹുവിന്റെ സാമീപ്യം ആഗ്രഹിക്കുവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാധിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ കൃത്യമായി ജീവിതത്തെ വിലയിരുത്തുകയും നന്നാക്കുകയും ചെയ്യുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സച്ചരിതരായ ദാസരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അബാദില്ല എന്ന പേരിൽ പ്രവാചകന്റെ അടുത്ത കുറച്ച് സ്വഹാബത്ത് ഉണ്ടായിരുന്നു. 5 പേരെയാണ് ചരിത്രത്തിൽ എണ്ണപ്പെടുന്നത്. 5 പേരുടെയും പേര് അബ്ദുള്ള എന്നായിരുന്നു. അബ്ദുല്ലാഹിബിൻ ഉമർ, അബ്ദുല്ലാഹിബിൻ മസ്ഊദ്, അബ്ദുല്ലാഹിബിൻ അംർ, അബ്ദുല്ലാഹിബിൻ സുബൈർ, അബ്ദുല്ലാഹിബിൻ ഉമർ തുടങ്ങുന്ന, അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തുടങ്ങുന്ന 5 പേർ. മതവിജ്ഞാനങ്ങളിലും മതകീയമായ പരിശ്രമങ്ങളിലും ഏറെ ഉത്സാഹം കാണിച്ചിരുന്ന 5 പേരായിരുന്നു അവർ. നമ്മൾ പറയപ്പെടുന്നത് അതിലെ ഏറ്റവും പ്രധാനിയായ ഇമാമുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവെ പറ്റിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജറ പോകുന്നതിന് 3 വർഷം മുൻപാണ് അദ്ദേഹം ജനിക്കുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇസ്ലാമുമായി അടുത്തിടപഴകുവാനും പ്രവാചകനുമായി കുടുംബ ബന്ധത്തോടൊപ്പം തന്നെ ആദർശ ബന്ധം ഏറ്റവും സജീവതയോടുകൂടി കാത്തു സൂക്ഷിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. പ്രവാചകൻ മരണപ്പെടുമ്പോൾ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് 13 വയസ്സാണ്.
അവിടുന്ന് 2.5 വർഷങ്ങൾ കൂടി കഴിഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം പൂർത്തിയായി. ഉമർ ഇബ്നുൽ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും അടുത്ത പണ്ഡിത സഭയിൽ, ഏറ്റവും അടുത്ത ആ വൃന്ദത്തിലെ പ്രധാനിയായി അബ്ദുല്ലാഹിബ്നു അബ്ബാസ് മാറിത്തീർന്നു എന്നുള്ളത് ചരിത്രമാണ്. ഏതാണ്ട് 17-18 വയസ്സിനുള്ളിലാണ് ഈ മഹത്തായ നേട്ടത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത്. പരിശുദ്ധ ഖുർആനിൽ അങ്ങേയറ്റം അവഗാഹമുള്ള, സ്വാഭാവിക ബുദ്ധി സഞ്ചരിക്കുന്നതിനപ്പുറത്ത് പരിശുദ്ധ ഖുർആനിന്റെ ആശയ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പല രീതിയിൽ അതിനെ നോക്കിക്കാണുകയും അത് അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രകൃതം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ വലിയ ഒരു പണ്ഡിതൻ, അല്ലെങ്കിൽ ഒരു പാണ്ഡിത്യം, ഇസ്ലാമിക ഖിദ്മത്ത് മേഖലകളിലെല്ലാം വലിയ ശ്രദ്ധേയമായ ഒരു സ്ഥാനം അദ്ദേഹത്തിന് നൽകപ്പെട്ടതായി കാണാൻ സാധിക്കും. ഇമാം തൊബരി അദ്ദേഹം മരണപ്പെട്ടപ്പോ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോ അദ്ദേഹത്തെ പറ്റി പറഞ്ഞത് മാത റിബ്ബിയു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിന്റെ റിബ്ബി മരണപ്പെട്ടിരിക്കുന്നു, റബ്ബാനി മരണപ്പെട്ടിരിക്കുന്നു. അത്രയും ഈ സമൂഹത്തിന്, ഈ സമുദായത്തിന് ദിശാബോധം പകർന്നു കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം കടന്നുപോയിട്ടുള്ളത്. ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ ഖവാരിജുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉദയം ചെയ്യുകയും ഇസ്ലാമിക പ്രമാണങ്ങളെ വികലമായി വ്യാഖ്യാനിക്കുകയും അതിന് വലിയ സ്വീകാര്യത അക്കാലഘട്ടത്തിൽ ലഭ്യമാവുകയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ വിഷയത്തിൽ എന്ത് ചെയ്യുമെന്നറിയാതെ ആശങ്കപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുന്നത്, ഞാൻ അവരുമായി ഒരു സംവാദത്തിന് തയ്യാറാണ്, ആശയങ്ങളുമായി ഏറ്റുമുട്ടട്ടെ, നന്മ ഏതിലാണ് എന്ന് മനുഷ്യർ തിരിച്ചറിയട്ടെ. അങ്ങനെ ആ സംവാദാനന്തരം ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഖവാരിജുകളുടെ എണ്ണം 2000-ന് മുകളിലായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു ഉൽപ്പന്നമായിരുന്നു. കൃത്യമായ പരിശീലനത്തിനൊടുവിൽ, കൃത്യമായ തസ്കിയത്തിനൊടുവിൽ, ബോധപൂർവമായ അന്തരീക്ഷത്തിലൂടെ കടന്നു വന്ന ഏറ്റവും മനോഹരമായ ഇസ്ലാമിക ഉൽപ്പന്നമാണ്, പ്രൊഡക്റ്റാണ് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർത്തമാനകാല സാഹചര്യം അതീവ രൂക്ഷതയോടുകൂടി, അതീവ പ്രയാസത്തോടുകൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വിഷമയമായ കാറ്റുകൾ വീശിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും അധികം അത് ബാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ യുവതലമുറയെയാണ്. കൃത്യമായി ആ തലമുറക്ക് ദിശാബോധം പകർന്നു കൊടുക്കേണ്ടുന്ന ധാർമ്മികവും ആത്മീയവുമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കപ്പെട്ടവരാണ് ഈ മുസ്ലിം സമുദായം. കൃത്യമായി അവരെ നേരിന്റെ ദിശയിലേക്ക് നയിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മുടെ മക്കൾക്ക് വേണ്ടി, ഈ യുവതലമുറകൾക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുകയും ആത്മീയ മേഖലയിൽ അവർ അമ്പേ പരാജയപ്പെട്ടു പോവുകയും ചെയ്യുകയാണ് എങ്കിൽ വലിയ നഷ്ടം, അള്ളാഹുവിന് മുൻപിൽ വലിയ സമാധാനം ആ വിഷയത്തിൽ നാം നൽകേണ്ടി വരുമെന്നുള്ള കാര്യം യാതൊരുവിധ തർക്കവും നമുക്കില്ലാത്ത സംഗതിയാണ്. നാളെ ഒരു ദിവസം മരണപ്പെട്ട് കഫം പുതച്ചുകൊണ്ട് നമ്മുടെ മയ്യിത്ത് പള്ളിയിൽ കൊണ്ടുവന്ന് വെക്കുമ്പോ അതിന് പിന്നിൽ നിന്നുകൊണ്ട് നമസ്കരിക്കുന്ന നമ്മുടെ മക്കൾ, കരള് കലങ്ങിക്കൊണ്ട് തന്റെ ഉപ്പക്കു വേണ്ടി, ഉമ്മക്കു വേണ്ടി ഓരോ സന്താനവും നടത്തുന്ന ദയനീയമായ പ്രാർത്ഥന, അവരുടെ ഉള്ളുലക്കുന്ന ആ സാഹചര്യം കണ്ണുനീരായി അവരുടെ കണ്ണുകളിൽ നിന്നും ധാരധാരയായി ഒഴുകുകയും അതിനിടയിലൂടെ തന്റെ രക്ഷിതാവിനോട്, തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നടത്തുന്ന ആ പ്രാർത്ഥനയും എത്ര സുന്ദരമായ അനുഭൂതിയാണ് ഓരോ ഉപ്പക്കും ഉമ്മക്കും സാധ്യമാകുന്നത്. അതിന് വേണമെങ്കിൽ ഇൻസ്റ്റന്റ് ആയിക്കൊണ്ടുള്ള തസ്കിയത്ത് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഇൻസ്റ്റന്റ് ആയിക്കൊണ്ട് ഒരു കവർ പൊട്ടിച്ച് ഞൊടിയിടയിൽ ചായ തയ്യാറാക്കുന്നത് പോലെ, കോഫി തയ്യാറാക്കുന്നത് പോലെ ഒരു ഞൊടിയിടയിൽ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമായി കൊണ്ടല്ല തസ്കിയത്തിനെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. അതിന് കൃത്യമായ ബോധവൽക്കരണവും ജാഗരണവും ഓരോ കുഞ്ഞിന്റെയും ജനനം മുതൽ ആരംഭിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതിന്റെ കൃത്യമായ ഉദാഹരണമായിരുന്നു അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എടുത്ത് ഉദ്ധരിച്ചത്. അപ്പൊ നമ്മുടെ സന്താനങ്ങൾ പരുവപ്പെടണമെങ്കിൽ, നന്നാവണമെങ്കിൽ അതിന് ബോധപൂർവമായ പരിശ്രമങ്ങളും അതീവ ദുഷ്കരമായ ഇടപെടലുകളും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ട്. അവർ നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഈ അവധിക്കാലത്ത് അവരെ കൃത്യമായി നയിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ
അവർക്ക് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നു. അവയെ കൃത്യമായി കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ ആധികാരികമായി നമ്മുടെ കീഴിൽ ജീവിക്കുന്ന അധികാര പരിധിയിലുള്ള സന്താനങ്ങളെ, ആൺകുട്ടികളെ, പെൺകുട്ടികളെ അത്തരത്തിലുള്ള ഇടങ്ങളിലേക്ക് പറഞ്ഞയക്കുവാനും അത്തരത്തിലുള്ള ധാർമ്മിക സദാചാര മൂല്യങ്ങളുള്ളവരായി ആയിത്തീരുവാനുമുള്ള ഒരു പരിശ്രമം എങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 15, 16, 17 തീയതികളിൽ നമ്മുടെ ഈ സ്ഥാപനത്തിൽ വെച്ചുകൊണ്ട് തന്നെ അത്തരക്കാരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി, കൗമാരക്കാരായിട്ടുള്ള മക്കൾക്ക് വേണ്ടി ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് കൃത്യമായി ആ പ്രായത്തിലുള്ള കുട്ടികളെ ആ ക്യാമ്പിൽ പങ്കെടുപ്പിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ഏറ്റവും സജീവതയുള്ള, ഏറ്റവും നന്മയുള്ള സന്താനങ്ങളായി അവരെ മാറ്റി തീർക്കേണ്ടുന്നതിന്റെ ഒരു പടിയായിക്കൊണ്ട്, അതിന്റെ ഒരു ഭാഗമായിക്കൊണ്ട് നാം അതിനെ വായിക്കുവാനും കൃത്യമായി അതിലേക്ക് പങ്കെടുപ്പിക്കുവാനും നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാടിനും മാതാപിതാക്കൾക്കും ഉമ്മത്തിനും പ്രയോജനപ്പെടുന്ന ഉത്തമ സന്താനമായി അല്ലാഹു നമ്മുടെ മക്കളെ മാറ്റി തീർക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മുടെ കൂട്ടത്തിൽ നിന്നും മരണപ്പെട്ടു പോയ ഇസ്ഹാഖ് സാഹിബ് ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെല്ലാം മുൻപന്തിയിൽ ഉണ്ടായിരുന്ന അദ്ദേഹം കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹം നിർവഹിച്ചു കൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾക്ക് മതിയായ പ്രതിഫലം നൽകി ആ പ്രവർത്തനങ്ങളെ അള്ളാഹു അദ്ദേഹത്തിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ VH ഇസ്ഹാഖ് ബുസ്താനിയുടെ മാതാവും മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരുവരുടെയും ഖബറുകൾക്ക് അള്ളാഹു വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരുവരുടെയും വേർപാട് കൊണ്ട് വേദനിക്കുന്ന അവരുടെ ബന്ധുമിത്രാദികൾക്ക് അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ചെറിയ മക്കൾക്ക് വേണ്ടിയുള്ള അൽഫിത്ര അതിന്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. പ്രായത്തിലുള്ള കുട്ടികളെ ചേർക്കേണ്ട രക്ഷിതാക്കൾ അതിന്റെ കമ്മിറ്റിയുമായി ബന്ധപ്പെടേണ്ടതാണ്. അള്ളാഹു ഏറ്റവും നല്ല സന്താനങ്ങളായി നമ്മുടെ മക്കളെ മാറ്റി തീർക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോയ മുഴുവൻ സ്ഖലിതങ്ങളും അബദ്ധങ്ങളും അപാകതകളും പാപങ്ങളും അള്ളാഹു നമ്മിൽ നിന്നും വിട്ടുപുറത്ത് മാപ്പാക്കി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ റമദാനിനെ പരിപൂർണമായ അർത്ഥത്തിൽ അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അതിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ അബദ്ധങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സന്താനങ്ങളുടെയും നമ്മളുടെ ഭാര്യ ഇണകളുടെയും കൂടെ അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് പ്രവേശിക്കുവാനുള്ള, ഉത്സാഹപൂർവ്വം കടന്നു ചെല്ലുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ അജ്റു വാലിദിനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.